والسلام على من لا نبي بعد. صحيح الترغيب والترهيب كتاب النوافل അടുത്ത ഫസൽ الترهيب من نوم الإنسان إلى الصباح وترك قيام شيء من الليل. ഒരു വ്യക്തി ഫജ്ർ വരെ ഉറങ്ങുന്നതും അതുപോലെ തന്നെ അഥവാ പ്രഭാതമാകുന്നത് വരെ ഉറങ്ങുന്നതും അതുപോലെ രാത്രിയിൽ ഒന്നും തന്നെ നിസ്കരിക്കാതിരിക്കുന്നതും രാത്രി നിസ്കാരത്തിൽ നിന്നും ചെറിയ നിലക്കാണെങ്കിൽ പോലും അതെല്ലാം ഒഴിവാക്കുന്നതിൻ്റെയും ഗൗരവത്തെ അറിയിക്കുന്ന ഹദീസുകളാണ്. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റുകളിൽ രാത്രി നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനെ തുടർന്നുകൊണ്ട് അത് പാഴാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. عن ابن مسعود رضي الله عنه قال ذكر عند النبي صلى الله عليه وسلم رجل نام ليلة حتى أصبح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ പരാമർശിക്കപ്പെടുകയുണ്ടായി ഒരു വ്യക്തി, അയാൾ പ്രഭാതം വരെ കിടന്നുറങ്ങുന്ന വ്യക്തിയാണ് എന്ന നിലക്ക് ആ ഒരു വ്യക്തിയെ പറ്റി പറയുകയുണ്ടായി. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ذاك رجل بال الشيطان في أذنيه أو قال في أذنه. ആ വ്യക്തി ശൈത്താൻ അവൻ്റെ കാതിൽ ഒരു ചെവിയിലോ അല്ലെങ്കിൽ ഇരു ചെവികളിലുമായിട്ട് മൂത്രിച്ചിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇതിന്റെ വേറൊരു റിവായത്തിൽ ഹസൻ ബസീർ റഹിമഹുള്ളയുടെ ഈ വാക്കുകൂടി കാണാം, ഇന്ന ബൗലഹു വല്ലാഹി സഖീലുൻ. അദ്ദേഹം പറഞ്ഞാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പിശാച് മൂത്രിക്കുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഭാരമുള്ള ഒരു കാര്യമാണ് എന്ന നിലക്ക് പറഞ്ഞത് കാണാം. അപ്പോൾ ഈ ഹദീസിനെ ചില പണ്ഡിതന്മാർ അത് ഫജ്ർ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. മുൻഗാമികളായിട്ടുള്ള ഹദീസുകളെല്ലാം അവരുടെ കിതാബുകളിൽ ഈ ഒരു ഹദീസിനെ, ഈ കിതാബ് പോലെ തന്നെ ഈ ഒരു ഹദീസിനെ കൊടുത്തിട്ടുള്ളത് ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, രാത്രി നിസ്കാരത്തിൽ നിന്ന് ഒന്നുമില്ലാതെ ഒരംശം പോലും അല്ലെങ്കിൽ കേവലം ചുരുങ്ങിയ ഒരു 2 റക്അത്ത് പോലും ഇല്ലാതെ ഉറങ്ങുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചത് കാണാം. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും രാത്രിയിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഒരു ഹദീസാണ്. ചില പണ്ഡിതന്മാർ ഇത് ഫജ്ർ നിസ്കരിക്കാതെ ഉറങ്ങുന്നതാണെന്നും വിശദീകരിച്ചിട്ടുണ്ട്. وعن عبد الله بن عمرو بن العاص رضي الله عنهما قال قال لي رسول الله صلى الله عليه وسلم يا عبد الله لا تكن مثل فلان كان يقوم الليل فترك قيام الليل. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യാ അബ്ദുല്ലാ, അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തകുൻ മിസ്ല ഫുലാൻ, നീ ഒരു വ്യക്തിയെ പോലെ ആകരുത്. എന്താണ് വ്യക്തി? കാന യഖൂമുൽ ലൈൽ, അവൻ രാത്രി നിസ്കരിക്കാറുള്ള ഒരാളായിരുന്നു, അവൻ രാത്രിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു, രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്ന വ്യക്തിയാണ്. ഫതറക ഖിയാമൽ ലൈൽ, അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരാളായി നീ മാറരുത് എന്ന് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും ഒരു കാലത്ത് രാത്രി നിസ്കരിക്കുന്ന ആളുകളായിരിക്കും, പിന്നീട് അത് ഒഴിവാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിലൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥ എത്തുന്നുണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരു നഫില് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്ഥിരത, അത് കുറച്ചാണെങ്കിലും സ്ഥിരതയോടുകൂടി ചെയ്യാറുണ്ടായിരുന്നു. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ അങ്ങനെ കുറഞ്ഞ രീതിയിൽ ചെയ്ത് ശീലമാക്കി തുടങ്ങുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ അത് ഒഴിവാക്കാതെ നിലനിർത്താൻ ശ്രമിക്കണം. അടുത്ത ഹദീസ്, വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖിദു ശൈത്താനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ 3 ഉഖദ്. ഒരു വ്യക്തി ഉറങ്ങുന്ന സമയത്ത് പിശാച് 3 കെട്ടുകൾ അവന്റെ പെരടിയിലായിട്ടിടും. യദ്രിബു അലാ കുല്ലി ഉഖദത്തിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. ഓരോ കെട്ടിലും പറഞ്ഞുകൊണ്ടേയിരിക്കും, നിനക്ക് രാത്രി ഇനിയുമുണ്ട്, നീ ഉറങ്ങിക്കൊള്ളുക. ഫനിസ്തൈഖള ഫദക്കറല്ലാഹ് ഇൻഹല്ലത് ഉഖദത്തുൻ, അവൻ എഴുന്നേൽക്കുകയും അവന്റെ ആ കെട്ടഴിയുകയും ചെയ്താൽ, അവൻ എഴുന്നേൽക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ അവൻ്റെ ഒരു കെട്ടഴിയും. ഫൈൻ തവല്ലാഹ ഇൻഹല്ലത് ഉഖദത്തുൻ, അവൻ ഉളു എടുത്താൽ അടുത്ത കെട്ടഴിയും. ഫൈൻ സല്ലാ ഇൻഹല്ലത് ഉഖദത്തുൻ, അവൻ നിസ്കരിച്ചാൽ അവന്റെ അടുത്ത കെട്ടഴിയും. ഫസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ്, അവന് പ്രഭാതത്തിലാകുന്നത് ഉന്മേഷവാനായിക്കൊണ്ടുള്ള അവസ്ഥയിലായിരിക്കും. വഇല്ല അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, അല്ലെങ്കിൽ അവൻ മടി പിടിക്കുന്ന അവസ്ഥയിലായിരിക്കും അവൻ പ്രഭാതത്തിലാവുക. വേറെ ചില ഹദീസുകളിൽ
അത് അസ്വാബ ഖൈറൻ, അങ്ങനെ ചെയ്തവന് ഖൈർ ലഭിക്കുന്നതാണ്, നഷ്ടപ്പെടുന്നവൻ ലം യുസിബ് ഖൈറൻ എന്ന നിലക്ക് ഖൈറില്ല എന്ന നിലക്ക് പറഞ്ഞു കാണാം. നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസാണ്. അപ്പോൾ ഈ പിശാചിന്റെ കെട്ട് അഴിഞ്ഞ് കിട്ടാനുള്ള മാർഗം ഒന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്യലും വുദു എടുക്കലും നിസ്കരിക്കലുമാണ്. وانهي عن جابر رضي الله عنه أيضا عن النبي صلى الله عليه وسلم قال جابر رضي الله عنه ندركنا മറ്റൊരു ഹദീസിൽ കാണാം ما من مسلم ذكر ولا أنثى ينام إلا وعليه جرير موقود. ഒരു പുരുഷനോ സ്ത്രീയോ ആവട്ടെ, ഒരു മുസ്ലിമും അല്ല, അവന്റെ ഉറക്കത്തിൽ ചില കെട്ടുകൾ ഇടാതെ فإن هو توضأ وقام إلى الصلاة أصبح نشيطا قد أصاب خيرا. അവൻ വുളു എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ പ്രഭാതത്തിൽ ഖൈർ ലഭിച്ചവനായി ഉന്മേഷവാനായിട്ടാണ് ഉണ്ടാവുക. വഖദ് ഇൻഹല്ലത് വഖദുഹു കുല്ലുഹു, അവന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. വനിസ്തൈഖദ വലം യദ്കുരില്ലാ, അവൻ എഴുന്നേൽക്കുകയാണ്, അള്ളാഹുവിനെ ഓർക്കുന്നില്ല എങ്കിൽ അസ്ബഹ വഖദുഹു അലൈഹി, അവന്റെ ആ കെട്ട് അവിടെ തന്നെ ഉണ്ടാകും. അഥവാ രാത്രി നിസ്കാരം ഒന്നുമില്ലാതെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഫാസ്ബഹ തഖീലൻ കസ്ലാന വലം യുസിബ് ഖൈറ, അവൻ മടി പിടിച്ചവനായിട്ട് അങ്ങനെ ആ നിലക്കാണ് അവൻ പ്രഭാതത്തിലാവുക, ഒരു ഖൈറും അവന് ലഭിക്കുകയില്ല എന്ന നിലക്കും പറഞ്ഞു കാണാം. ഈ ഹദീസും നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്, അതേ ആശയം തന്നെയാണ് വരുന്നത്. അപ്പോൾ രാത്രി നിസ്കാരം എന്നുള്ളത് അത് കുറഞ്ഞതായിട്ടെങ്കിലും നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ പകലിൽ അതിൻ്റെ ഉന്മേഷവും എല്ലാം കാണുന്നതാണ്. അതല്ല എങ്കിൽ പിശാച് കാതുകളിൽ മൂത്രിച്ചിട്ടുള്ള, അതുപോലെ തന്നെ പിശാചിന്റെ കെട്ടുകൾ അഴിക്കാൻ സാധിക്കാത്ത ആളുകളായിട്ടായിരിക്കും അവൻ പ്രഭാതത്തിൽ പ്രവേശിക്കുക. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.